നമസ്കാരം. ഓണം അടുത്തോണ്ടിരിക്കുക. ഈ ഓണം അടുത്തോണ്ടിരിക്കുമ്പം ഇപ്പോഴും ചില മനുഷ്യന്മാർ സംശയത്തിന്റെ രൂപത്തിലാണ്. ഓണം വേണോ, ആഘോഷിക്കണോ, എന്തിനാഘോഷിക്കണം, വയനാടിന്റെ പ്രശ്നം, മറ്റു പ്രശ്നങ്ങൾ പറഞ്ഞിങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് തോന്നിയത്, എന്തുകൊണ്ട് BNA എന്നുള്ള മഹാപ്രസ്ഥാനം ആദ്യം തന്നെ ഓണം ആഘോഷിച്ചിട്ട് മറ്റൊരു കാണിച്ചു കൊടുത്തൂടെ എന്നുള്ളത് ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. എന്നാൽ പോലും ഓണം സെപ്റ്റംബർ 1-ാം തീയതി BNA എന്നുള്ള മഹാപ്രസ്ഥാനം എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് 1800 മെമ്പർമാർ വന്നുകൊണ്ട്, കുടുംബാംഗങ്ങൾ വന്നുകൊണ്ട്, കുട്ടികൾ വന്നുകൊണ്ട് നല്ലൊരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. ഇതൊരു പൊതു പരിപാടിയാണ്. BNA വന്നതുകൊണ്ട് എന്തിനാണ് സമൂഹത്തിന് ഇത് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഓരോരുത്തരും, നിങ്ങൾ സ്കൂൾ ആവട്ടെ, കോളേജ് ആവട്ടെ, റെസിഡന്റ് അസോസിയേഷൻ ആവട്ടെ, സർക്കാർ സ്ഥാപനങ്ങളാവട്ടെ, എല്ലാവരും ഇത് ആഘോഷിക്കണം, നിർബന്ധമാണ്. ഇതിൽ മാറ്റി നിർത്തരുത്. ഇതൊരു ആഘോഷം എല്ലാവരും ഏറ്റെടുത്ത് നടത്തണം. എന്താണെന്നറിയാമോ, ഞാൻ ഇന്നലെ മിനിയാന്ന് 1-2 വീട്ടമ്മമാരെ കണ്ടപ്പം സാധാരണ ജീവിക്കുന്ന വീട്ടമ്മമാരാണ്. അത് ഞാൻ ചോദിക്കും, അവരോട് പറയാണ്, ഇപ്രാവശ്യം മിക്സി ഒന്ന് വാങ്ങിക്കണം, ഞാൻ 6 മാസമായിട്ട് കാത്തു നിൽക്കുന്നു. എന്തിനാ കാത്തുനിന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓണം വരുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളതാണ്. ഇങ്ങനെ എത്ര വീട്ടമ്മമാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു സാധനം വാങ്ങിക്കാനായിട്ട്. അവർക്കൊക്കെ ധാരണയുണ്ട് ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളതാണ്, നല്ല സാധനം കിട്ടും എന്നുള്ളതാണ്. ഇതുപോലെ എത്ര കല ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പല രീതിയിലുള്ള ട്രഡീഷനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല ട്രഡീഷൻ. പുലിയാട്ടം, നമ്മളെ ഈ ഓണത്തിന് BNA തൃശ്ശൂർ നിന്നാണ് അവരെ കൊണ്ടുവന്നത്. അങ്ങനെ ഓരോ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് വർഷത്തിൽ 1-2 പ്രാവശ്യം അവസരം കിട്ടുന്നുള്ളൂ. അത് സാമ്പത്തികം മാത്രമല്ല, അവർക്കൊരു അംഗീകാരം കൂടിയാണ്. ആ രീതിയിലാണ് ഓണം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതാണ് എവിടെയോ വെച്ച് വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതോടൊപ്പം തന്നെ സർക്കാരിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല. ഇത് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് എനിക്കും സാധിക്കും. എങ്ങനെ കച്ചവടം നന്നായി നടക്കണം, ബിസിനസ് നന്നായി നടക്കണം, ആ രീതിയിൽ ജനങ്ങളുടെ നിന്ന് കച്ചവടക്കുന്ന ടാക്സ് ഗവൺമെൻറ് കിട്ടണം. എന്നാൽ മാത്രമേ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാം ഇത് ചെയിനാണ്, ഇൻ്റർകണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരാൾ പോലും ഓണാഘോഷം മാറ്റി നിർത്തരുത്. ഓണാഘോഷം ശരിക്കും നല്ല രീതിയിൽ നടത്തുകയും എന്താണോ ഒരു സമൂഹത്തിന് വേണ്ടത് അതെല്ലാം ഓണാഘോഷത്തിൽ ഉണ്ടാവും. അപ്പോൾ ഒരാൾ പോലും മാറ്റി നിർത്താതെ എവിടെയൊക്കെ ഓണം ആഘോഷിക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ആഘോഷിച്ചിട്ട് നമുക്ക് സന്തോഷമായിട്ട് ഈ സമൂഹത്തിന് പടുത്തുയർത്താം. നന്ദി, നമസ്കാരം.